ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ഇന്നൊരു കഥ കേട്ടിട്ട് വന്നാലോ? അപ്പം ഇതിനു മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കൊക്കോയെ എങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ളൊരു കഥ നമുക്ക് പറയാമെന്ന്. അപ്പോൾ ഇതെനിക്കൊരു ഡോക്യുമെന്റേഷനും കൂടെയാണ്. എനിക്കും കുറേ നാൾ കഴിയുമ്പോൾ നമുക്കൊക്കെ എടുത്ത് നോക്കാമല്ലോ കൊക്കോയെ എങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടി, അവൻ്റെ കഥ, അവൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എല്ലാം നോക്കാനായിട്ടൊരു ഡോക്യുമെന്റേഷൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ കഥയിലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണ് ചേട്ടൻ്റെ ഓഫീസ് തുറന്നത്. കാര്യം കോവിഡൊക്കെ ആയിട്ടുണ്ട്. ചേട്ടൻ്റെ വർഷം മുമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പുതിയ ഓഫീസിൻ്റെ പണിയൊക്കെ തീർന്നിട്ട് ചേട്ടൻ ഓഫീസിൽ പോയി തുടങ്ങിയത് ആ ഒരു കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അതുവരെയും ലോൺലിനെസ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. MBAയുടെ ക്ലാസ്സസ് ഓൺലൈനിലായിരുന്നു. അപ്പോൾ എനിക്ക് കോളേജിലും പോകണ്ട, പിന്നെ ട്രിവാൻഡ്രത്തായതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഒന്നും എൻ്റെ അടുത്തും ഇല്ല, എല്ലാവർക്കും ജോലിക്ക് പോകണം. അപ്പോൾ ഞാൻ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായപ്പോഴത്തേക്കും ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്കൊരു പട്ടിക്കുഞ്ഞിനെ വാങ്ങിച്ചാലോ, എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചു. കാര്യം എൻ്റെ വീട്ടിൽ പപ്പിയുണ്ട്. അപ്പം അവളെ ഞാനാണ് കുറേ എൻ്റെ കല്യാണം വരെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് എപ്പോഴുള്ളൊരു കൂട്ടായിരുന്നു. അപ്പം ഇവിടെ അതെനക്ക് എന്തെങ്കിലും ഒരു പെറ്റിനെ വാങ്ങിച്ചാലോ എന്നുള്ളൊരു തുടക്കത്തിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ നമുക്ക് മേളിൽ കിച്ചൺ നമ്മൾ പണിയിട്ടില്ല, താഴെയാണ് കിച്ചൺ. അപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് എപ്പോഴും ഫുഡ് കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ താഴെ കൊണ്ടു. അപ്പോൾ താഴെ ഒട്ടും പെറ്റ്സ് അലൗഡ് അല്ലാത്തൊരു കാലമാണ് ആ സമയത്തൊക്കെ. അങ്ങനെ പിന്നെ ആ ടോക്കൊക്കെ അങ്ങ് ഇടയ്ക്ക് വരും പോകും. പിന്നെ നമ്മൾ TV, ഫോൺ, നമ്മളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ബിസി ആയിട്ടിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു പപ്പീസിന്റെ, പ്രത്യേകിച്ച് ബീഗിൾ പപ്പീസിന്റെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഭയങ്കര രസമാണ് അതൊക്കെ കാണാൻ. അപ്പോൾ അത് കണ്ട് എന്താണ് നേരത്തിൽ ചിലപ്പം ദൈവമായിട്ട് കൊണ്ട് കാണിച്ചു തന്നതായിരിക്കാം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹം. അപ്പം ദൈവമായിട്ട് കൊണ്ട് തന്ന കണക്ക് ഞാനും ചേട്ടനും കൂടെ എന്നും രാത്രി ഞങ്ങൾ ചുമ്മാ കിടക്കാൻ നേരത്തെ ഇൻസ്റ്റയിൽ കുറേ ഇങ്ങനെ കോമഡി റീൽസൊക്കെ കണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ എപ്പം നോക്കിയാലും ഇങ്ങനെ ബീഗിൾ പപ്പീസിന്റെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ രണ്ടും അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന ടൈമാണ്. അങ്ങനെ ഇരിക്കെ ചേട്ടൻ്റെ ഓഫീസിൽ ഒരു പഴയ എംപ്ലോയി ആണ്, ചേട്ടൻ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു എംപ്ലോയി ആണ്. പുള്ളിക്കാരൻ അവിടെ ജോലി നിർത്തി ഒരു ലോങ് ബ്രേക്ക് എടുത്ത് പോയതാണ്. അപ്പോൾ പുള്ളി വീണ്ടും റീജോയിൻ ചെയ്തു. പുള്ളി മധുരയിൽ നിന്നുള്ളതാണ്. പുള്ളിയുടെ സൈഡ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇങ്ങനെ ഡോഗ്സിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കോൺടാക്ട് ഉണ്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചുമ്മാ ഇത് ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ബീഗിൾ കുഞ്ഞിനെ വാങ്ങിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ചിന്തയുണ്ട്, എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം, മധുരയിൽ നിന്ന് നമുക്ക് കൊണ്ടുതരാം. ഇപ്പോൾ ബ്രീഡിങ് ടൈം ആയില്ല, ഇപ്പൊ മേറ്റിംഗ് ടൈം നടക്കുന്നതേ ഉള്ളൂ, ആവുമ്പോഴത്തേക്കും ഞാൻ പറയാം ഒരു കുഞ്ഞിനെ. അപ്പം ഞങ്ങൾ അന്നേ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മെയിൽ പപ്പിയാണ് വേണ്ടത്, അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെയിൽ പപ്പിയെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. അപ്പം എനിക്കിത് കേട്ടപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അന്ന് തൊട്ടേ ഇവന് ആവശ്യമുള്ള ഇവന്റെ ബെഡ്, ഇവന്റെ ടോയ്സ്, ഇവന്റെ പീ പാഡ്, ഇവന്റെ പൊട്ടി, അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ കാർട്ട് ചെയ്ത്, ഇവന്റെ ബെൽറ്റ് ആയാലും കുഞ്ഞിന് ആവശ്യമുള്ള അവന്റെ ഫുഡിന്റെ പാത്രങ്ങളായാലും വെള്ളം കുടിക്കുന്ന പാത്രങ്ങളായാലും ഫുഡുകളായാലും എല്ലാം ഇങ്ങനെ കാർട്ട് ചെയ്ത് റെഡിയാക്കി ഇരിക്കുകയാണ്. കാര്യം ബ്രീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ കുഞ്ഞിനെ കിട്ടും. അപ്പോൾ അവർ പറഞ്ഞിരുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 6 months ആൻഡ് അബവ് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കും അതൊരു പ്രിപ്പയറിങ് ടൈമാണ്. അവനാവശ്യമുള്ള സാധനങ്ങൾ, അവനെ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം. കാര്യം ഇത്രയും കുഞ്ഞിലെ എൻ്റെ കയ്യിലും കിട്ടിയിട്ടില്ല. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും അവിടുത്തെ പെറ്റ്സിനൊക്കെ നോക്കാൻ, മെയിൻലി അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാനും കാണാനും ഒക്കെ അച്ഛനും അമ്മയും ഉണ്ട്, അവരാണ് നോക്കുന്നത്. നമുക്ക് ജസ്റ്റ് അവരുടെ കൂടെ കളിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ നമ്മൾ അവൻ്റെ പേരൻസ് ആണ്. നമ്മൾ വേണം അവൻ്റെ A to Z കാര്യങ്ങൾ നോക്കണം. അവൻ്റെ ഹോസ്പിറ്റൽ, അവൻ്റെ വാക്സിൻസ്, അവൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, അവൻ്റെ ഫുഡ്, കംപ്ലീറ്റ് കാര്യം, അവൻ്റെ പോട്ടി, അവൻ്റെ സൂസു ട്രെയിനിങ്, അവൻ്റെ ഉറക്കം, എല്ലാം നമ്മളാണ് നോക്കണ്ടേ. അപ്പം നമുക്കും പ്രിപ്പയർ ആവാൻ ഒരു ടൈമാണ് ഈ 6 months എന്നുള്ളതിൽ. ഞങ്ങളൊന്ന് സെറ്റായിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരു 2-3 days കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ്റെ കൊളീഗ് പറഞ്ഞു, ഇതെനക്ക് ഒരു ഫാമിലി ബ്രീഡിങ് നടന്നിട്ടുണ്ട്, അവിടെ ഒരേ ഒരു മെയിൽ പപ്പിയും ബാക്കി 3 ഫീമെയിൽ പപ്പിയാണ് ഉള്ളത്, ബീഗിൾസ്. അപ്പോൾ എന്ത് വേണം, എടുക്കുന്നോ ഇല്ലയോ, പെട്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പം അത് എന്ന് വെച്ചാൽ ഒരു 2-3 weeksനകമാണ് കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫ് മാറി പറഞ്ഞത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മെൻ്റലി പ്രിപ്പയർ ആയില്ല. അവന് ആവശ്യമുള്ള സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങി വെച്ചില്ല. അവനെ വരവേൽക്കാൻ വേണ്ടി നമ്മളെ കയ്യിൽ ഒന്നുമില്ല, ജസ്റ്റ് ബേസിക് നമ്മൾ മാത്രമുണ്ട്. അങ്ങനെ ഞാനൊന്ന് ഡ്രോബാക്കായി. അപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ വേണ്ട, നമുക്കിപ്പോൾ വേണ്ട, നമുക്ക് ആ പറഞ്ഞ ടൈമിൽ ഒരു 6 months ടൈമിൽ മതി എന്ന് പറഞ്ഞപ്പം ചേട്ടനെന്തോ മനസ്സനുവദിച്ചില്ല. ചേട്ടൻ പറഞ്ഞില്ല, നമുക്ക് നോക്കാം, നമുക്ക് എത്രയായാലും നമുക്ക് മാക്സിമം നോക്കാമെന്നും പറഞ്ഞു. അങ്ങനെ നമുക്ക് കാണണമല്ലോ, നമുക്കൊരു ക്യൂരിയോസിറ്റി കാണുമല്ലോ, നമുക്ക് കിട്ടാൻ പോകുന്ന കുഞ്ഞ് അപ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി കാരണം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അവർ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തന്നു.
പക്ഷെ ആ വീഡിയോസ് കണ്ടപ്പോഴേ ഭയങ്കര പാവം ഒരു തക്കുട് കുഞ്ഞ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടും വിചാരിച്ചു ഓക്കെ ഇവനെ മതി നമുക്ക്, അങ്ങനെ അവനിടാനുള്ള പേര്. അപ്പൊ പേരൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഗിളാണെങ്കിൽ മെയിൽ പപ്പി ആയിരിക്കും, കൊക്കോ എന്നാണ് പേര്. അതല്ല നമ്മൾ ഷിറ്റ്സൂനെയാണ് നോക്കുന്നതെങ്കിൽ കുക്കി എന്നായിരിക്കും നെയിം, അത് ഫീമെയിൽ പപ്പി ആയിരിക്കും വാങ്ങണേ. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഹറിബറി ആയിട്ട് അവന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു. അവന് ആവശ്യമുള്ളതെല്ലാം തിരക്കി എല്ലാം സെറ്റായി, നമ്മൾ മെന്റലി പ്രിപ്പയർ ആയി. അങ്ങനെ മെയ് 20th 2024 ഒരു ട്രെയിനിൽ കയറി വന്നതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് അവന്റെ ബ്രീഡറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് അയച്ചു തന്ന വീഡിയോ ആണ് കേട്ടോ. അത്രയും കുഞ്ഞു പാവയായിരുന്നു. ഇത് അവന്റെ കൂടെ അവന്റെ സിബ്ലിങ്സ് ആണ്. അപ്പൊ അവരുടെ കൂടെയാണ് അവൻ വളർന്നതൊക്കെ. അങ്ങനെ ഒരു മെയ് 20 രാവിലെ 6 മണിയുടെ ട്രെയിനിൽ കയറി ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന സന്തോഷമാണ് സത്യം പറഞ്ഞ കൊക്കോ. പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയതാണ് കേട്ടോ. നമ്മുടെ ലൈഫ് ഇപ്പോഴും അന്ന് തൊട്ട് മെയ് 20 2024 തൊട്ട് ടിൽ ടുഡേ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി അവനെ സെൻട്രിക് ആയിട്ടാണ് കേട്ടോ. നമുക്കൊന്നും പറഞ്ഞ ലൈഫില്ല, അവൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യം, അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ലൈഫിൽ പിന്നെ ഉള്ളൂ എന്നുള്ളതായി. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോസൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, രാവിലെ ചേട്ടൻ ഓഫീസിൽ പോകേണ്ട സമയത്ത് ഞാൻ കുക്ക് എണീക്കുമ്പം അവന്റെ ബെഡിൽ നമ്മൾ ഉറക്കം എണീറ്റ് വന്നിട്ട് എന്റെ മടിയിൽ കയറിയിരിക്കും. എന്റെ മടിയിൽ ഇരുന്നേ ഉറങ്ങത്തുള്ളൂ, എന്റെ കൈ ഇരുന്നേ ഉറങ്ങത്തുള്ളൂ. എപ്പോഴും ഇങ്ങനെ നമ്മുടെ ചൂട് തട്ടിയിരിക്കണം എന്നുള്ളൊരു അത്ര കുഞ്ഞു ഭാവമായിരുന്നു കേട്ടോ. ഒരു 30 days ആയപ്പോഴാണ് അവന് നമ്മളെ കയ്യിൽ കിട്ടണേ. അപ്പൊ അത്ര കുഞ്ഞാണ്, ഭയങ്കര ചെറുതാണ് ബേബി. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എന്റെ കാൽപാദത്തിന് അത്രയേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ അതുപോലെ വരണ ടൈം ഭയങ്കര മഴയാണ്, റെയിനി സീസണിലാണ് വരണത്. അപ്പോഴത്തേക്കും നല്ല തണുപ്പും കൂടെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയൊക്കെയാണ് വെക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് രാത്രി ഭയങ്കര ടെൻഷനാണ്, തണുക്കോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു ആ ടൈമൊക്കെ. എനിക്ക് ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഭയങ്കര കടിയായിരുന്നു കേട്ടോ. കുഞ്ഞായിരുന്നെങ്കിലും നല്ല കടിയൊക്കെ നോക്ക്. ആ ബുക്ക് ഷെൽഫ് ആയാലും അവിടെ ഇരിക്കുന്ന വാക്കം ക്ലീനർ ആണെങ്കിലും എല്ലാം കടിച്ച് കണ്ടോ. എൻ്റെ കൈ എത്രയുണ്ടോ അവൻ എത്രയുണ്ടോ എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. പിന്നെ ചേട്ടന്റെ ക്യാരക്ടറിൽ വന്ന ചേഞ്ച്, അയ്യോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചേട്ടൻ അതുവരെ ഞാൻ കണ്ട ഒരാളല്ല ഇത്. എന്നുവെച്ചാൽ എന്താണ് പറയുന്നത്, ഒരു ഫാദർലി മൊമെന്റ് എന്നൊക്കെ പറയുന്ന കണക്ക് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ഫുഡും കഴിച്ച് കമ്പ്യൂട്ടറിന്റെ അടുത്ത് പോകുന്ന മനുഷ്യൻ എനിക്കറിയത്തില്ല പിന്നെ കമ്പ്യൂട്ടർ തൊട്ടിട്ടില്ല കുറെ നാളത്തേക്ക്. ഇതേ കണക്കാണ്. രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ ഇവിടെ കിടന്ന് അടി കൂടി ഗുസ്തി കൂടി രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹമാണ്. ദൈവമേ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ മൊമെന്റ്സ് ആണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത, ഒരിക്കലും എൻ്റെ കണ്ണിൽ നിന്ന് മായാൻ ആഗ്രഹിക്കാത്ത കുറച്ച് മൊമെന്റ്സ് ആണ് ഇതൊക്കെ കേട്ടോ. ഈ കുഞ്ഞി കൊക്കോയെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും കേട്ടോ, ഇപ്പോഴത്തെ കൊക്കോ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ വൈസ് ഒരുപാട് ചേഞ്ചസ് വന്നു കേട്ടോ. ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞി ബേബി, നമ്മൾ പറയത്തില്ലേ ഈ കുഞ്ഞായിരിക്കുമ്പോൾ ഭയങ്കര ക്യൂട്ട്നെസ്സും, പിന്നെ ഒരു 3 months അല്ലെങ്കിൽ ഒരു 6 months കഴിഞ്ഞാൽ പിന്നെ ഡൈനോസർ സ്റ്റേജ് ആണെന്ന്. അയ്യോ, ആ ഡൈനോസർ സ്റ്റേജിൽ ഞങ്ങൾ അനുഭവിക്കാത്തതൊന്നുമില്ല. ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരുപാട് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എന്നാലും ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും, നമ്മളെ കൂടെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കും ആശാൻ. എന്നാലും ചെറിയ ഡൈനോസർ സ്റ്റേജ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പറക്കി കഴിക്കും. എനിക്ക് അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. പ്ലാസ്റ്റിക് ആയാലും അവന് കഴിച്ചുകൂടാത്ത സാധനങ്ങളെല്ലാം അവൻ പറക്കി കഴിക്കും. റബ്ബർ. അപ്പൊ നമ്മളെല്ലാം അതേ ക്ലീനായിട്ട് നീറ്റായിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നോക്കി ഇരിക്കണം. ഇത് അവന്റെ ബെഡിൽ അവന്റെ ടോയ്സും അതിന്റെ കൂട്ടത്തിൽ കിച്ചണിൽ എൻ്റെ കൂടെ വരും. ഞാൻ കിച്ചണിൽ പോകുമ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പറക്കിയെടുത്ത് നമ്മുടെ ചെരുപ്പായാലും കുപ്പിയായാലും നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്തിട്ട് ഹോട്ടായിട്ട് വെക്കണം. ഒരു സ്റ്റീൽ റിംഗ് ഉണ്ട്, അതിനകത്ത് ഇരിക്കുകയെന്നാണ് പറയുന്നത്, എനിക്ക് കറക്റ്റ് വേർഡ് എനിക്കറിയില്ല. ആ റിങ് കട്ടുകൊണ്ട് വരും. എല്ലാം കൊണ്ട് ഇടുന്ന് ഡംപ് ചെയ്യണം. അവന്റെ ഡംപിങ് സ്പേസ് ആണ് അവന്റെ ബെഡ്. എന്നിട്ട് ബെഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുരുത്തക്കെട് കാണിക്കുക. എപ്പോഴും നമ്മുടെ ലോകമേ പിന്നെ അവനായിട്ട് മാറി. അത് ഇങ്ങനെ പെറ്റ്സിനെ വളർത്തിയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും കേട്ടോ, കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എല്ലാം ഈ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ ഞാനേക്ക് എൻ്റെ കുഞ്ഞ് എന്തോരം വളർന്നു, എന്ത് കുഞ്ഞ് ക്യൂട്ടായിട്ടിരുന്ന കൊക്കാണ്. വളരണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് ചിലപ്പം തോന്നും അവൻ കുഞ്ഞായിട്ടിരുന്നാൽ മതി, അവന്റെ കുട്ടിത്തുള്ള ഫേസ് ഒക്കെ കണ്ടാൽ മതി എന്ന്. വളർന്ന് വലുതായി ഇപ്പം അവനൊരു 2 years ഉണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നോക്കും എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എന്നെ ഇത്രയും എനിക്ക് തോന്നുന്നു ലോകത്ത് വേറെ ആരും ഇത്രയും സ്നേഹിച്ച് കാണത്തില്ല. അത്രയ്ക്ക്
ഞാനേന്നും പറഞ്ഞ് അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കുഞ്ഞാണ് അവൻ. അപ്പൊ അവന്റെ വളർച്ചയിൽ ഓരോരോ ഘട്ടവും ഭയങ്കര ഹാപ്പിയുമാണ് സാഡുമാണ്. അങ്ങനെ താണ്ട് ഇതൊക്കെയാണ് കയ്യിലിരിപ്പ്. നമ്മുടെ ചെരുപ്പുകൾ എടുത്തോണ്ട് വന്ന് കടിച്ചത് പൊട്ടി, ആ ചെരുപ്പ് കടിച്ചു പൊട്ടിക്കുക. ചെരുപ്പ് പൊട്ടിച്ചതിനൊന്നും കയ്യും കണക്കില്ല, ചെരുപ്പുകൾ പൊട്ടിക്കുക. പിന്നെ താണ്ട് ഞാനിങ്ങനെ ഇവിടെ ഞാൻ നേരത്തെ വീഡിയോസ് എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം, ഞാൻ ഈ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുന്ന ടൈം. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ മീൽ പ്രിപ്പ് ചെയ്യാൻ എടുത്തോണ്ട് വരുമ്പം അതെന്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് ചുമ്മാ ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുന്നതാണ്. അന്നൊക്കെ എല്ലാം കഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കുറച്ച് പിക്കി ഈറ്ററായിട്ട് തുടങ്ങിയത്. പിന്നെ ഇതേ കണക്കാണ്, ചുമ്മാ കിടന്ന് പിന്നെ നമ്മള് ഈ ഡെവലപ്മെന്റ്സ് തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളായിട്ട് കളിച്ച് വളരുന്നതല്ലാതെ അവന് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ബാക്കി ഞാൻ കണ്ടിട്ടുള്ള ബ്രീഡ്സ് വെച്ച് നോക്കുമ്പോൾ അവന് കുറച്ചും കൂടെ ഐക്യു കൂടുതലാണ്. നമ്മൾ റിംഗ് ടോൺസ് ഒക്കെ അറിയാം. ഇപ്പം എന്റെ ഫോണിൽ ഞാൻ അമ്മയ്ക്കും അച്ഛനും ചേട്ടനും എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരോ റിംഗ് ടോൺ വിളിക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പൊ ഇവിടുത്തെ അമ്മ വിളിക്കുന്ന സൗണ്ട് അവന് കറക്റ്റായിട്ട് അറിയാം. അച്ചാമ്മയാണ് വിളിക്കുന്നത് അവന് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് കേൾക്കുന്ന ഉടനെ തുടങ്ങും, ഞാനിവിടെ ഉണ്ടേ എന്നെ കൊണ്ടുപോയേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. അങ്ങനെ പിന്നെ നമ്മൾ അവന് ഓരോ ഓൺലൈനിൽ നിന്നൊരു പപ്പിയെ വാങ്ങിച്ചു കൊടുത്ത് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ പപ്പിയുടെ അകത്തുള്ള കോട്ടൺ കഴിക്കാൻ തുടങ്ങി. അപ്പം അത് സീനാവുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ പിന്നെ അതെടുത്ത് കളഞ്ഞു. അവൻ കണ്ടില്ല, അവൻ കാണാതെ ഞാൻ എടുത്ത് കളയാണ് ചെയ്തത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടോയ്സൊക്കെ വെച്ച് കളിക്കപ്പോൾ. ഒരിടയ്ക്ക് വീട് നിറയെ ടോയ്സ് ആയിരുന്നു. പക്ഷെ ഇതാണ് പ്രശ്നം, നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ടോയ്സ് കൊടുക്കും, അല്ലാതെ അവന് ഒറ്റയ്ക്ക് കളിക്കാൻ ഞാനിപ്പോൾ ടോയ്സ് കൊടുക്കത്തില്ല. കാര്യം അത് കഴിക്കും നന്നായിട്ട്. നമ്മളതിപ്പം ക്ലോത്തിന്റെ ടോയ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും റബ്ബറിന്റെ ആണെങ്കിലും കണ്ട നമ്മുടെ ബെഡിന്റെ സൈഡിലത്തെ ആ തടിയൊക്കെ കടിച്ചു പറിച്ച് കഴിക്കണം. എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരു ഡൈനോസർ സ്റ്റേജിലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കെട്ടിയിടുന്നത് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടിനും അവനെ, നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുന്നവർക്ക് പലർക്കും അറിയാം. ഇപ്പം നേരത്തെ ഞാൻ ഇട്ടിരുന്ന ക്ലിപ്പിംഗ്സ് കണ്ടാലും നമ്മൾ അവനെ തുറന്നു വിട്ട് തന്നെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി നമുക്ക് സാധനം നശിപ്പിക്കുന്നത് നമ്മളെ പ്രശ്നമല്ല, പക്ഷെ കഴിക്കുമ്പോൾ അത് അവന്റെ വയറ്റിന് തന്നെ അവന് ടോക്സിക് ആയിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ അവനെ കെട്ടിയിട്ട് തുടങ്ങിയത്, ഡൈനോസർ സ്റ്റേജ് ഒന്ന് മാറ്റട്ടെ എന്ന് ഉള്ളൊരു ഉദ്ദേശം. പിന്നെ അവന്റെ ഒരു 4 to 5 months വരെ നമ്മൾ അവനെ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി മണ്ണിലോട്ടൊന്നും ഇറക്കിയിട്ടില്ല. കാര്യം വളരെ കുഞ്ഞായിരിക്കും കൊണ്ടുവരുന്നതാണ്. അപ്പം 30 daysലൊന്നും അവന് വാക്സിനേഷൻ എടുക്കാൻ പറ്റത്തില്ല, മിനിമം 45 days കഴിയണം. അപ്പൊ ഡോക്ടറും പറഞ്ഞു ഒരു 4 to 5 months വരെ മണ്ണിൽ ഇറക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കിയിട്ടില്ല. പിന്നെ പയ്യെ ഒരു 6 months ഒക്കെ ആയപ്പോഴാണ് ഇറക്കി തുടങ്ങിയത്. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഊഞ്ഞാലാണ് കേട്ടോ. പക്ഷെ പിന്നെ അവനാണ് അത് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ അവൻ അതിനകത്ത് കയറിയിരുന്ന ആടും. ഇതിന് പിന്നെ 24 hours അതിനകത്തായിരുന്നു. ഇങ്ങനെ അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങും, അതിലിരുന്ന് ചുമ്മാ ഇരുന്ന് ആടും. എന്നിട്ട് അതിലിരുന്നിട്ട് ഇങ്ങനെ തന്നെ നോക്കും. ഞാൻ റൂമിലിരിക്കുകയാണെങ്കിൽ ഇതേ കണക്ക് കുഞ്ഞി കണ്ണും വെച്ചിട്ട് എന്നെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അവനെ അല്ല മോണിറ്റർ ചെയ്യണം, അവൻ എന്നെയാണ് മോണിറ്റർ ചെയ്യണം. എപ്പോഴും അവന്റെ 2 കണ്ണും എൻ്റെ അടുത്തായിരിക്കും. അങ്ങനെ പക്ഷെ ഇതിപ്പോ നമ്മുടെ മാത്രം സൈഡാണ് കേട്ടോ. ഇപ്പൊ എൻ്റെ ആണെങ്കിലും ചേട്ടൻ്റെ ആണെങ്കിലും ഞങ്ങളുടെ 2 പേരുടെ ഫാമിലി ആണെങ്കിലും അവർക്ക് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അവൻ നമ്മുടെ ഒരു പാർട്ട് തന്നെയാണ്. എന്നുവെച്ചാൽ കൊക്കോ ഇല്ലാതെ നമ്മൾ ആരും ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. അവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അവനും അതേ കണക്ക് ഭയങ്കര സ്നേഹമാണ്. ഇതിനു മുമ്പ് പല വീഡിയോസും കണ്ടവർക്ക് അറിയായിരിക്കും. പക്ഷേ നമ്മുടെ റിലേറ്റീവ്സിനാണെങ്കിലും ചില ഫ്രണ്ട്സിനാണെങ്കിലും അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് അവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അവനേന്നും പറഞ്ഞ് നിങ്ങളുടെ ലൈഫ് എന്തിനു സ്പോയിൽ ചെയ്യുന്നു എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ മാക്സിമം കളയത്തതേ ഉള്ളൂ. ഞാൻ നോക്കി ചിരിച്ചിട്ട് ഞാനങ്ങ് കളയും. നമുക്ക് എല്ലാവരുടെയും വാ മൂടി കെട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയത്തില്ല. അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പറ്റൂ. അവരുടെ കണ്ണിൽ ഇവർ വെറും മൃഗങ്ങൾ മാത്രമാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ കൂടെ ഉള്ള ഒരു പാർട്ട് തന്നെയാണ്. എന്റെയും ചേട്ടന്റെ ആണെങ്കിലും ഞങ്ങളുടെ പേരൻസിന്റെ ആണെങ്കിലും അവരുടെ ലൈഫിൽ ഒരു പാർട്ട് തന്നെയാണ് കൊക്കോ. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റാത്തവരടുത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ദൈവമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മളെപ്പോലെ കണ്ട് അത്രയും സ്നേഹം എന്ന് വെച്ചാൽ അവരിങ്ങോട്ട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അതിന്റെ ഇരട്ടി സ്നേഹം കൊടുത്ത് അവരെ കെയർ ചെയ്ത് വളർത്താൻ പറ്റുന്നവർക്ക് മാത്രമേ ദൈവം ഇതുപോലത്തുള്ള കുഞ്ഞുങ്ങളെയും കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അല്ലാത്തവർക്കാണ്, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തവരടുത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, ജസ്റ്റ് ഇഗ്നോർ ദം, അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ഫീലിങ്സ് എന്താണെന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫീലിങ്സ് എന്താണെന്നും മനസ്സിലാവുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവർക്കും റിലേറ്റ് ചെയ്യാൻ, വേറെ പെറ്റ്സ് ഉള്ളവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത്. അപ്പൊ ഒരാളെങ്കിൽ ഒരാൾ അക്സെപ്റ്റ് ചെയ്താൽ അത്രയ്ക്ക് അത്രേ ഉള്ളൂ.
എന്നുള്ള കാര്യം അവരും സ്നേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് അനുഭവങ്ങൾ കൊക്കോയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് സുഖമില്ലാതിരിക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് നിന്ന് വിട്ടുമാറാതെ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക. പിന്നെ ഇതെന്നൊക്കെ എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പം നമ്മൾ എല്ലാവർക്കും മനുഷ്യരാണല്ലോ, വിഷമങ്ങൾ ഇല്ലാതിരിക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഇരുന്ന് കരയുന്ന ടൈമിൽ ഇവ ഒരു പ്രാവശ്യം എൻ്റെ മടിയിൽ വന്നിരുന്നിട്ട് എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇവ ബഹളം വെച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് എന്തോ വിഷമിച്ചിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നപ്പം അവൻ ബഹളം വെച്ച് എന്നെ അടുത്ത് പിടിച്ചിരുത്തി. അപ്പൊ എനിക്ക് കുറേ നേരം ആയിട്ട് ഞാൻ ചോദിച്ചു ഇവന് വെള്ളം വേണോ അല്ലെങ്കിൽ ഇവന് സൂസു പൊട്ടി എന്തെങ്കിലും അതുകൊണ്ടായിരിക്കും ഇവൻ കരയുന്നതാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇവ എന്നെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് അപ്പൊ അവൻ അതൊന്നും അല്ല, ഞാൻ ചോദിച്ചപ്പോൾ അതൊന്നും അല്ല, ഞാൻ ഇരിക്കണം എന്നുള്ളതാണ് അവന്റെ ആവശ്യമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവന്റെ അടുത്ത് പോയിരുന്നപ്പോഴത്തേക്കും എൻ്റെ മടിയിൽ വന്നിരുന്ന് എൻ്റെ കണ്ണിലും എനിക്ക് മൂക്കിലും ചുണ്ടിലും ഒക്കെ കുറെ ഉമ്മയൊക്കെ തന്നിട്ട് എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ തല വെച്ച് കിടന്നു. അപ്പൊ അന്നേരം എനിക്കത് മനസ്സിലായില്ല. പിന്നീട് ഞാനിരുന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞത് കൊണ്ടാണ് അവൻ അങ്ങനെ ഭയങ്കര വിഷമിച്ചിട്ട് എന്നെ ചേട്ടൻ വീട്ടിലില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും അവനെന്ന് പറഞ്ഞാൽ അച്ഛൻ വീട്ടിലില്ല, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ ഞാൻ വേണം സമാധാനിപ്പിക്കാൻ എന്നുള്ളത് ആ കുഞ്ഞു മനസ്സിന് അറിയാം എന്നുള്ളതാണ്. അപ്പം ഒരുപാട് നമുക്ക് ഒത്തിരി ഇൻസിഡൻസ് നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് മനസ്സിലാവും, നമുക്ക് അവര് തമ്മിൽ ഇപ്പൊ അവന് വയ്യാതാവുമ്പം എനിക്കാണ് ഫസ്റ്റ് മനസ്സിലാവണം ഒരു സുഖമില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ തമ്മിലൊരു ഇൻവിസിബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ പ്രസവിച്ചാലും മാത്രമേ ഒരു കുഞ്ഞിന്റെ അമ്മ ആവത്തുള്ളൊന്നും ഇല്ല. അവരെ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാലും മതി എന്നുള്ളത് ഞാൻ കൊക്കോയിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട്. അവനിത് മനസ്സിലാവോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. അവന്റെ എല്ലാ ബർത്ത്ഡേ, ഫസ്റ്റ് ബർത്ത്ഡേ മാത്രമല്ല, ഇപ്പൊ അവന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന എത്ര ബർത്ത്ഡേ ഉണ്ടോ എല്ലാം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ആഘോഷിക്കും. കാര്യം ഞങ്ങളുടെ ഫസ്റ്റ് കുഞ്ഞ് അവൻ തന്നെയാണ്. ഞങ്ങൾക്ക് ഇനി എത്ര പിള്ളേരുണ്ടായാലും അവൻ കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചുങ്ങൾ എന്നുള്ളതാണ് കാര്യം. ഞങ്ങളുടെ മകനല്ലേ അവനും എന്നുള്ളത്. അപ്പം അന്ന് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. നിറയെ ഒരു 2-3 ചാക്ക് നിറയെ ബലൂണൊക്കെ വെച്ചിട്ട് ഭയങ്കര വലിയ ആഘോഷം. അവന് ഡ്രസ്സൊക്കെ എടുത്ത്. പിന്നെ കുരുത്തക്കേടിന്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൊക്കോ ആണ് ഫസ്റ്റ് വരുന്നത്. അതുകൊണ്ട് അമ്മ ടെറസിൽ തേങ്ങ എടുക്കാനായിട്ട് പോയപ്പോൾ ആ തോട്ട പിടിച്ചിട്ട് അമ്മയെ വലിക്കാൻ സമ്മതിക്കാതിരിക്കുന്നതാണ് ഈ കുരുത്തക്കേടിന്റെ കാര്യത്തിൽ കൊക്കോയെ വെല്ലാൻ ആരും ഇല്ല. പക്ഷെ കുരുത്തക്കേടെന്ന് പറഞ്ഞാലും ഒരു കുസൃതിയാണ്, നമുക്ക് സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ. അങ്ങനെ വലിയ കുരുത്തക്കേട് നമുക്ക് തലവേദന ഉണ്ടാക്കി വെക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ആകെ ഉള്ളൊരു പ്രശ്നം ഈ പ്ലാസ്റ്റിക് കഴിക്കുന്നത്. എനിക്ക് എങ്ങനെ അത് ട്രെയിൻ ചെയ്ത് മാറ്റണം എന്നെനിക്ക് അറിയാം. ചിലപ്പോൾ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പയ്യെ മാറി വരുമായിരിക്കും, പക്ഷെ അടിക്കാൻ തോന്നത്തില്ല. ഇങ്ങനെ നമുക്ക് പിന്നെ റിഗ്രറ്റ് ആണ് അവന് വഴക്ക് പറഞ്ഞാൽ. എന്നാലും അതുകൊണ്ട് എങ്ങനെ ഇത് അവന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. ഇപ്പോഴത്തെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ്. അന്ന് അവൻ കുറച്ചും കൂടെ മെച്ചുവറായി വരുന്നതനുസരിച്ച് അവന്റെ ഹാബിറ്റ്സിലും അവന്റെ ബിഹേവിയറിലും ഒക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം എന്താ പറയാ, ഇത് ഇന്നത്തെ വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് നമ്മുടെ കർക്കിടക വാവിന്റെ അന്നത്തെ വീഡിയോ ആണ്. രാവിലെ കുളിച്ച് സുന്ദരനായിട്ട് അവന്റെ ഉടുപ്പൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ടിരിക്കണ വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്താ പറയാ, കൊക്കോ ഞങ്ങളുടെ ഒരു പാർട്ട് തന്നെയാണ്. നിങ്ങൾ എന്തിനാ അവന് വേണ്ടിയിട്ട് അവനെ ഇങ്ങനെ നോക്കുന്നു, അവന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മുടെ അച്ഛനമ്മമാരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ് ഇത്. ഇതിൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല, കുറച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അങ്ങനെ. പക്ഷെ ഇത് ഹാപ്പിനെസ് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ഒരുപാട് സങ്കടങ്ങളുണ്ട്. അവന് വയ്യാതെ വരുമ്പം ഞങ്ങൾ കിടന്ന് ഉരുകിയനൊന്നും കയ്യും കണക്കും ഇല്ല. കാര്യം അവനൊരു 4 to 6 months ഒക്കെ ആയപ്പോഴത്തേക്കും അവൻ്റെ ലിവറിന് ചെറിയ, നമ്മൾ ഈ ട്രീറ്റ്സ് ഒക്കെ കൊടുക്കുമായിരുന്നു, ലുലു എന്നൊക്കെ വാങ്ങുന്ന ട്രീറ്റ്സ്. അപ്പൊ അതൊക്കെ കൊടുത്ത് അവന് ലിവറിന് ചെറിയൊരു ഇഷ്യൂവും ഒരു ഡൈജഷൻ പ്രോബ്ലം ഒക്കെ വന്നപ്പോൾ ഫുഡ് മൊത്തത്തിൽ എടുക്കാതായി. അങ്ങനെ കുറെ നാൾ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനെ നോക്കിയായി വന്നു. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവന് വാക്സിൻ എടുക്കാൻ പോയ ഇതിൽ അവന് റോഡിൽ നിന്ന് അഡിനോവൈറസിന്റെ ഇൻഫെക്ഷൻ കിട്ടുന്നത്. അപ്പൊ അതൊക്കെയാണ്. അങ്ങനെ സന്തോഷവും സങ്കടവും ഒക്കെ മിശ്രിതമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കൊക്കോയുടെ കഥ, ഞങ്ങളുടെ ലൈഫിന്റെ കഥ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.